എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഈ 15,000-ന് താഴോട്ട് കമ്മീഷൻ മേടിച്ച ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അവര് കൃത്യമായ പ്രൂഫുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ നേരിടാം. ഈ കുട്ടികൾ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ബോണ്ട് ഒപ്പിട്ട് മേടിക്കാറുണ്ടോ? ആദ്യ സമയങ്ങളിൽ മേടിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ഒരു ബോണ്ടും ഇല്ല. മേടിക്കാറില്ല. മുദ്രപത്രത്തിൽ ഒപ്പിട്ട് മേടിക്കാറുണ്ടെന്നാണ് കഴിഞ്ഞ ഇല്ല ഒരു ഇതുമില്ല. മാഡം ഇപ്പൊ 10,000 രൂപ അല്ലെങ്കിൽ 5,000 എത്ര എത്ര വേണമെങ്കിലും ഫോൺ ആയിക്കോട്ടെ, അത് ഈ കോഷൻ ഡിപ്പോസിറ്റിൽ വരുന്നതല്ല, അവരുടെ ക്യാഷിന് മേടിക്കും. അപ്പൊ അത് എന്ത് ന്യായത്തിന്റെ പേരിലാണ് നമ്മൾ പിടിച്ചു വെക്കുന്നവർക്ക് കൊടുക്കാം? വക്കീലിന് ഇന്ന് ഗവൺമെന്റ് അഡ്വക്കേറ്റ്സ് ഉള്ള എത്രയോ പേരുണ്ട്, ഫീസ് ഇല്ലാതെ വാദിക്കുന്ന അഡ്വക്കേറ്റ്സ്. അവിടെ പോയി അവർ വാദിക്കണം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അൽത്താഫ് വ്ലോഗ്സിലേക്ക് കൂടുതൽ അൽത്താഫാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടൂര് ഒലീവിയ ഡിസൈൻസ്, അതാണ് ഈ വിവാദത്തിന് ആസ്പദമായ സ്ഥാപനം. അവിടെ വന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മൾ ഏതൊരു വിഷയമാണെങ്കിലും രണ്ട് ഭാഗമുള്ളപ്പോൾ അത് രണ്ടും കേട്ടിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, ബാക്കി ജനങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കട്ടെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പം നമ്മൾ ഒലീവിയ സിൽക്സിൽ അതിൻ്റെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇവരുടെ പരസ്യവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ആ പരസ്യത്തെ ആസ്പദമാക്കിയാണ് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അവിടെ തൊട്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ഒരു വിഷയത്തിൽ ചുരുക്കി എന്താ പറയാനുള്ളത്? കാര്യം ഞാൻ വിഷയം എനിക്ക് രണ്ടു മൂന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിലേക്ക് എത്താം. അതിലുപരി എന്താണ് നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വിഷയം തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ ഓൺലൈൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഈ 3 വർഷത്തില് ഏകദേശം എനിക്ക് തോന്നുന്നു 3 വർഷം കൊണ്ട് തന്നെ ഒലീവിയ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറി. അപ്പൊ തൊട്ടേ പ്രശ്നങ്ങളാണ്, ഭീഷണികളാണ്. വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണികള്, ഇത് നിർത്തണം എന്ന് പറഞ്ഞ ഭീഷണികൾ, അതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് വന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മളെ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുക, ഞങ്ങളുടെ ഈ സ്ഥാപനം കുറെ ആൾക്കാർ ചേർന്ന് ടാർഗറ്റ് ചെയ്തത് പൂട്ടുക, ഇതാണ് അവരുടെ ലക്ഷ്യം. കുറെ ഇതിന്റെ പിന്നെ പല മേഖലയിലുള്ളവരാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പൊ പറഞ്ഞു 3 വർഷമായിട്ട് ഈ ഓൺലൈൻ മേഖല തുടങ്ങിയത്, ഏകദേശം ചിന്തിക്കുകയാണെങ്കിൽ എത്ര വർഷം മുമ്പായിരിക്കും ആദ്യമായിട്ട് അലിഗേഷൻ വരുന്നത്? നമുക്ക് ആദ്യമായിട്ട് അലിഗേഷൻ വരുന്നതെന്ന് പറയുന്നത് മറുനാടനിൽ കൂടാണ്. അത് ഞങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിങ് ചോദിക്കുന്നത് ഈ ഓൺലൈൻ മീഡിയയുടെ അല്ല നമ്മൾ നേരത്തെ ഇവിടെ ടോക്ക് ചെയ്ത സമയത്ത് പറഞ്ഞു, അതായത് പത്തനംതിട്ടയിൽ വെച്ച് 8 വർഷം മുമ്പ് മുതലേ ഒരു 8 വർഷം മുമ്പുള്ള സ്റ്റാഫ് വരെ വന്ന് കമന്റ് ഇട്ടെന്നാ പറഞ്ഞത്. കമന്റ് ഇട്ടെന്ന് കാരണം ഞാൻ മോശക്കാരിയാണ്. അതെന്തായിരിക്കും 8 വർഷം മുമ്പുള്ള സ്റ്റാഫ് ഇപ്പൊ വന്ന് നിങ്ങൾക്ക് ഇപ്പോഴത്തെ വിഷയങ്ങൾ ഞാൻ പറയാം. ഈ ഓൺലൈൻ വിഷയങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ 3 വർഷമായിട്ടുള്ളൂ പറയാം. ഈ 8 വർഷം മുമ്പുള്ള സ്റ്റാഫ് വന്നിട്ട് അവര് എന്തായാലും കാലം കൊത്തി കഴിഞ്ഞു പോയതാ. പിന്നീട് എന്നോട് ജോലി ചോദിക്കും. അപ്പൊ എനിക്ക് പോയവരെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പോയ ഒരു സ്റ്റാഫിനെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോ അവർക്ക് നോർമലി എന്നോട് ദേഷ്യമാവും. അത് പിന്നെ ഞാൻ ഒരു ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുമല്ലോ, ഓരോ ദിവസവും ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വളർന്നുകൊണ്ടിരിക്കുമ്പോ അവർക്ക് മറ്റൊരിടത്ത് പോകുമ്പോ ഈ ഫ്രീഡോ ഈ സാലറിയും കിട്ടുന്നില്ല. അപ്പൊ 8 വർഷം മുമ്പ് നമുക്ക് അവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ, ഷോപ്പുണ്ട്. എനിക്ക് പത്തനംതിട്ട, മാവേലിക്കര എല്ലായിടും ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. ഇത് തന്നെ. എന്നിട്ടാണ് ഓൺലൈനിലേക്ക് ഓൺലൈൻ ഓക്കെ ആയപ്പോ ഞങ്ങൾ അതൊക്കെ അങ്ങ് സ്റ്റോപ്പ്. ഇനി മർമ്മപ്രധാനമായ പോയിന്റിലേക്ക് വരാം. അതായത് ഒരു വീഡിയോ, അതായത് ഒരു പരസ്യം, മാഡം തന്നെ ചെയ്യുന്ന ഒരു പരസ്യമാണെന്ന് തോന്നുന്നു. പരസ്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 25,000 രൂപ സാലറി, ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ, അതേപോലെ 11 മണി തൊട്ട് 5 മണി വരെ വർക്ക്. അതിൽ 3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള 25,000 എന്ന് പറയുന്ന ഒരു സാലറി ആണോ ഇവിടെ കൊടുക്കുന്നത്? ഫിക്സഡ് അല്ല, നമുക്ക് കമ്മീഷനാണ്. അപ്പൊ മാഡം എന്തുകൊണ്ട് ആ ഒരു പരസ്യത്തിൽ 25,000 വരെ എന്തെങ്കിലും പറയാത്തത്? ഇല്ലെങ്കിൽ ഓക്കെ, അടുത്ത കൂടെ ഞാൻ പറഞ്ഞു വെക്കാം. ഈ ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ ഫുഡ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മാഡത്തെ കാണിച്ചു തരാം. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള പരസ്യം. ഞാൻ ഇപ്പൊ കൊടുക്കുന്ന എന്റെ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാകുമ്പോ അവരുടെ പഴയ ആടുകളെല്ലാം അവിടെ കിടക്കും. നമ്മൾ ഡിലീറ്റ് ചെയ്യത്തില്ല. പരസ്യം കണ്ടു വന്നവരെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്ന് ഫുഡ് ഫ്രീ ആയിരുന്നു. അന്ന് ഫുഡ് ഫ്രീ. ആ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞ ടൈമിൽ എന്റെ ഓഫീസിൽ ഫുഡ് ഫ്രീ ആണ്. ആ പരസ്യം കണ്ട് വന്ന കുട്ടികൾ പറയുന്നത് ഇതിന് മുമ്പ് അവരെടുത്ത് നിങ്ങൾ പറഞ്ഞു എന്ന് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഫുഡ് നേരത്തെ ഫ്രീ ആയിരുന്നു, അല്ല പക്ഷെ ഇപ്പൊ അവർക്ക് ഫ്രീ അല്ലെന്ന്. ഒരു കാര്യം പറയട്ടെ, ആ ഫുഡ് ഫ്രീ ആക്കിയ സമയത്ത് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. 599 699 ഒക്കെ ആയിരുന്നു നമ്മുടെ കുർത്തീസ് റേഞ്ച്. നമ്മൾ 1000-ന് മുകളിലോട്ട് 800-ന് മുകളിലോട്ട് പോയിട്ടില്ല, ആ റേറ്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഫുഡ് ഇവർക്ക് ഫ്രീ കൊടുത്തു. പിന്നീട് ഞങ്ങൾക്ക് വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്ന് റേറ്റ് കുറച്ച് കൊടുക്കാം എന്നുള്ള രീതി വന്ന് 499 ഒക്കെ ആയി. ഫ്രീ ഷിപ്പിംഗും കൂടെ ആയി. ആ ഫ്രീ ഷിപ്പിംഗും കൂടെ ആയപ്പോ ഞങ്ങൾക്ക് ഈ ഫുഡിന്റെ എമൗണ്ട് കൂടെ താങ്ങാൻ പറ്റത്തില്ല. ഇനി ഈ 599 കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് 20 ഓർഡർ കിട്ടിയെങ്കിൽ ഈ 499 അപ്പൊ അത് 40 ആയി.
അപ്പൊ ഇവർക്ക് 25,000 എന്നുള്ളത് 35-40 ആയപ്പോ പിന്നെ അവർക്ക് ഫുഡിന്റെ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നപ്പോ എന്തുകൊണ്ട് പഴയ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്തില്ല? അതങ്ങ് ഉള്ളിലെങ്ങാണ്ട് അത് നമ്മൾ കണ്ടിപ്പോ അങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ വരുന്നവരോട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അത് സത്യമാണ്. ഞാൻ ഒരു വീഡിയോ റിമൂവ് ചെയ്യാം, എന്റെ പ്രോഡക്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ ഇട്ട സമയത്തും 25,000 രൂപ എന്ന് പറഞ്ഞത് ആ സമയത്തും കമ്മീഷൻ അല്ലായിരുന്നു? ഞങ്ങൾ ഓൺലൈൻ തുടങ്ങിയപ്പോ തൊട്ടേ കമ്മീഷൻ. പിന്നെ എന്തുകൊണ്ട് അതിൽ 25,000 വരെ ഇല്ലെങ്കിൽ 25,000 മുകളിൽ കിട്ടാമെന്ന് വോയിസ് കൊടുത്തിട്ടുണ്ട്. വോയിസ് കൊടുക്കുന്നതിനകത്ത് വോയിസ് ക്ലിയർ ആയിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ് ആഡ് ആയിരിക്കും, ആ ആഡിൽ എഴുതി കൊടുത്തു. പിന്നീട് ഒരു കാര്യം പറഞ്ഞോട്ടെ, രാവിലെ 11 മണി മുതൽ വെറും 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് 25,000 രൂപ സാലറി കിട്ടിയാലോ? ഹോസ്റ്റലും ഫുഡും 25,000 രൂപ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഈ 25,000 രൂപയെന്ന് ഞാൻ പറഞ്ഞു, 40,000 രൂപ വാങ്ങിയ കൊച്ചിന് ഞാൻ 25,000 കൊടുത്തിട്ടുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. 35,000 മേടിച്ച കുട്ടിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ 25,000 പരസ്യം കണ്ടാ അപ്പുറത്ത് തൊട്ടപ്പുറത്താണ് ഓഫീസ്. അവിടെ കംപ്ലീറ്റ് എന്റെ 15,000 മേടിച്ച കുട്ടികളും ഇല്ല. എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഈ 15,000 താഴോട്ട് കമ്മീഷൻ മേടിച്ച ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അവര് കൃത്യമായ പ്രൂഫുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ നേരിടാം. അപ്പൊ മാഡം ഞാനിപ്പോ ചോദിക്കട്ടെ, ആ ഒരു പരസ്യത്തിൽ മാഡം 25,000 രൂപ സാലറി കിട്ടുമെന്ന് പറഞ്ഞത് അതിൽ താഴേക്കാണ് കിട്ടുന്നതെങ്കിൽ മാഡം ആ ചെയ്ത പരസ്യത്തിൽ കമ്മീഷൻ വ്യവസ്ഥ ആഡ് ചെയ്യാതിരുന്ന ഒരു തെറ്റായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. ആ പരസ്യം റിമൂവ് ആക്കാതിരുന്നത് തെറ്റായിട്ട് തോന്നുന്നു. ഞാനൊരു കാര്യം പറയാം, ഈ ഓൺലൈൻ എനിക്ക് തെറ്റെന്ന് പറഞ്ഞ തെറ്റ് അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഇതിലൊന്നും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല. ഇതെന്റെ സ്വന്തം സ്ഥലമാണ്, നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ചെക്കാണ് ഓരോ മാസവും എന്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന. അക്കൗണ്ട് ത്രൂ ആണ് സാലറി പോണേ. ഒരാളുടെയും കയ്യിലെടുത്ത് ഇന്നാ മോളെ എന്ന് പറഞ്ഞാൽ കൊടുക്കുമല്ലോ. ഈ അക്കൗണ്ട് ത്രൂ പോകുന്നത് പ്രൂഫ് ആണല്ലോ. ഇവരാരെങ്കിലും അൽത്താഫിന്റെ അടുത്ത് വന്ന് പറയാണ്, ചേട്ടാ ഞാൻ അവിടെ ചെന്നു, എനിക്ക് ഫസ്റ്റ് മന്ത് പറഞ്ഞ സാലറി കിട്ടിയില്ല, കിട്ടാഞ്ഞത് കൊണ്ട് ഞാൻ നിർത്തിപ്പോയി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ്, അതായത് ഒന്നാം മാസം ഇപ്പൊ അൽത്താഫ് എന്റെ സ്ഥാപനത്തിലേക്ക് ഓക്കെ ഞാൻ പറയുന്നു, എന്റെ ആഡ് കണ്ടു വന്നു, ഞാൻ ഫസ്റ്റ് ഡേ വരുമ്പോഴേ ക്ലിയർ ചെയ്ത് കൊടുക്കും, ഇന്നതാണ് എന്റെ കാര്യങ്ങൾ. ട്രെയിനിങ്ങിന് 15 ദിവസം എന്റെ സീനിയർ സ്റ്റാഫുകളുടെ കൂടെ കൊടുക്കുന്നു. അവർ കാര്യം കണ്ട് പഠിക്കുന്നു. അയ്യോ ഇത് കമ്മീഷനാണ്, എനിക്ക് പറ്റത്തില്ല, അവർക്ക് അവരുടെ ജോലി നോക്കാം, പിറ്റേന്ന് അവരെ വിളിക്കാൻ പോകുന്നില്ല. ഈ 15 ദിവസം കഴിഞ്ഞ് അവരുടെ പേരൻസിനെ വിളിക്കുന്നു, ഇന്നതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അവരുടെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവർ കണ്ടത് ഓക്കെ വെച്ച് അവരുടെ വൈഫിനെ ഇവിടേക്ക് ജോലിയിലേക്ക് കയറ്റി 1-ാം മാസമാണല്ലോ ഇത് കിട്ടുന്നത്. ഈ 1-ാം മാസം ആവുമ്പോ ഇവര് പറയുക, 25,000 കണ്ടുവന്ന എനിക്ക് 8 കിട്ടിയുള്ളൂ, എനിക്ക് 10 കിട്ടിയുള്ളൂ, എനിക്ക് നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലടി എന്ന് പറഞ്ഞാൽ എന്റെ മുഖത്ത് നോക്കി എറിഞ്ഞിട്ട് പോയ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഇവരെന്തിന് 6 മാസം നിന്നു? ഇവരെന്തിന് 6 മാസം നിൽക്കുന്നു? ഈ അലിഗേഷൻ പറയുന്ന ഒരു കുട്ടി പോലും ഇപ്പം ഈ ഇൻസ്റ്റഗ്രാം വീഡിയോ ചെയ്തൊരു കൊച്ചു മാത്രമാണ് 2 ദിവസം എന്റെ സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിന് വന്നത്. ബാക്കി പറയുന്നവർ മുഴുവനും എന്റെ സ്ഥാപനത്തെ 6 മാസം 8 മാസം 9 മാസം വർക്ക് ചെയ്തവരെ അൽത്താഫെ അവരുടെ അഡ്രസ് പ്രൂഫ് ഉൾപ്പെടെയുള്ള റെസിപ്റ്റ് എടുത്തു തരാം. അടുത്ത ചോദ്യം, ഈ ഒരു പെൺകുട്ടി വീഡിയോ ഇട്ടെന്ന് പറയുന്നത് അതാണ് ഇതിനൊക്കെ ഒരു തുടക്കം. അതെ, ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് 1400 സംതിങ് കമന്റ്, അതിൽ 400 കമന്റ് മാറ്റാം, 1000 കമന്റും മാഡത്തിന് അഗെയിൻസ്റ്റ് ആണ്. എന്തുകൊണ്ട് ഞാൻ മാഡത്തിന്റെ കൂടെ നിന്ന മാഡത്തിന്റെ ക്യാഷ് മേടിച്ച ഒരാളുകൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥാപനങ്ങളും ഉണ്ട്, പലമാതിരി അലിഗേഷൻ വരുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിൽ ഇത്രയും ക്രൂഷ്യലായിട്ട് അവിടെ നിന്ന ആളുകൾ തന്നെ അതിന് അത്രയും എതിര് പറയുമ്പോ ഇതിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയും പേര് എതിര് പറയുന്നതെന്ന് മാഡം ചിന്തിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ. പിന്നെ മാഡം പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്, 1-ാം മാസത്തിൽ തന്നെ ഈ പറയുന്ന സാലറിയിൽ കുറഞ്ഞ ആളുകളെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ വിളിച്ച് പറയുന്ന പെൺകുട്ടി അതാണ് പറയുന്നത്. അവർക്ക് 30,000-ഓളം 33,000-ഓളം സാലറി പറഞ്ഞു. അതിൽ നിന്ന് മാഡം 10,000 രൂപ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു വാങ്ങി. പിന്നെ കുറെ അധികം ഫൈനുകൾ ഈടാക്കുന്നു എന്ന് പറയുന്നു. ഡീറ്റെയിൽസ് വേണം, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് വേണം. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഇതിനകത്ത് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെ കൊണ്ട് വരുന്ന സമയത്ത് ഫോൺ മേടിപ്പിക്കും. അത് അവരല്ലാതെ ഫോൺ മേടിപ്പിക്കുമോ? ഫോൺ മേടിപ്പിക്കട്ടെ. ഇപ്പൊ ഈ അടുത്തിടെ പറഞ്ഞുതരാം ഡീറ്റെയിൽ. എന്റെ ജോലിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ജോലിയെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനല്ല ഒരു കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യുന്നത്, ഞാനല്ല. ഈ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു കസ്റ്റമർ ഓർഡർ കൊടുത്തിട്ട് പേയ്മെന്റ് ഇട്ടു, പ്രോഡക്റ്റ് ഇട്ടു. 20 ടോപ്പിന് ഇവിടെ ബൾക്കായിട്ടാ കസ്റ്റമേഴ്സ് ടോപ്പ് ഇടും. 20 ടോപ്പ്
ഈ കുട്ടി പറയുന്ന ഒരു കുട്ടിക്ക് ഓർഡർ കൊടുത്തു. ഈ കുട്ടി ഇത് ബില്ലടിച്ചു. ഞാൻ ഹോൾഡ് ചെയ്യുക, എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുക. കസ്റ്റമർ ഗൾഫില, അവരുടെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുമിച്ച് അയച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകുന്നു. ഈ കുട്ടി 20 ടോപ്പ് അയച്ചില്ലെങ്കിൽ ഈ കസ്റ്റമർ ആരോടേക്കും ഇത് ചോദിക്കും. അപ്പൊ ഞാൻ ഈ 499, 399, 199 ഒരു ചെറിയ പ്രോഫിറ്റ് ഇല്ലെന്ന് പറയത്തില്ല. ബിസിനസ് ചെയ്യുന്ന എല്ലാവരും പ്രോഫിറ്റിന് വേണ്ടി ഞാൻ വോളിയം കൂട്ടുന്നത് കൊണ്ട് എനിക്ക് 10 രൂപയുള്ളത് 1000 പീസ് പോകുമ്പോൾ അത്രയും പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഇവര് ഞാൻ ഈ ചെറിയ റേറ്റിന് കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന ഈ 50 സ്റ്റാഫുകൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഇത്രയും ടോപ്പുകൾ ഞാൻ കൊടുത്തോണ്ടിരിക്കണം. അതിന്റെ എമൗണ്ട് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കണം. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവർ എത്രയോ സ്ഥാപനങ്ങൾ, ഇപ്പൊ ഞാൻ പറയാം, എത്രയോ ജുവലറികളിൽ ചെല്ലുമ്പോൾ എമൗണ്ട് മുൻകൂർ മേടിച്ചിട്ട് സ്ഥാപനത്തിൽ എടുത്ത് അതിലൊരു പ്രോബ്ലം ഞാൻ പറയുന്നില്ല. ആ കോഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾ വാങ്ങി വെക്കണം, അവരുടെ സ്വഭാവം വാങ്ങി വെക്കണം. ഇനി അടുത്ത ഇതൊരു വീടാണ്, ഇതൊരു വീടാ. ഈ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു 28 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണല്ലോ നമ്മൾ ജോലിക്ക് എടുക്കുന്നത്. ഈ 28 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, ഒരു സ്ത്രീയെ, ഒരു വീട്ടിലെ ഒരു മോളുള്ള ഒരു കൊച്ചിനെ, ഒരു പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എത്ര കെയറിങ്ങോടായിരിക്കണം അൽത്താഫെ കൊണ്ട് നടക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ എനിക്ക് ഊരേതാ, പേരേതാ, നാടേതാന്ന് അറിയാം. ഞാൻ പരസ്യം കൊടുക്കുമ്പോ കേരളത്തിന്റെ ഇത്രയും ജില്ലകളിൽ നിന്ന് ഒരു ദിവസം ഇനി വന്ന് മറിയുക. ആ കുട്ടികൾ ഏത് സ്വഭാവക്കാരാണെന്ന് എനിക്കറിയത്തില്ല. ഇത് വീടാണ്, ഈ വീടിന്റെ ബാക്കിൽ അവർ വരുന്നു, എന്റെ കൂടെ തുള്ളുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, പോന്നു. നാളെയാണ് ഇവരെ തപ്പി ഒരു ക്രിമിനൽ കേസ് വന്നിട്ട് പറയാം ഈ കുട്ടി ഒലീവിയയിലാണ് വർക്ക് ചെയ്യുന്നത്, ഈ കുട്ടി ഇന്നടുത്ത് ഇങ്ങനെ. അപ്പൊ ഞങ്ങളൊരു ഫിക്സഡ് ഇതെടുത്ത് ഒരു ചെറിയ എമൗണ്ട് ഇവരെ കട്ട് ചെയ്ത് വെക്കും. നാളെ ഇവർ ഒരു പ്രശ്നവും ഇല്ലാതെ ഇവരുടെ കല്യാണം കഴിച്ചവരാണെങ്കിൽ പ്രഗ്നന്റ് ആവുക, അല്ലെ അവർക്ക് ഗൾഫിൽ പോവുക, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ തുക അവർക്ക് കൊടുക്കും. അപ്പൊ ഞാൻ അതിലൊരു ചോദ്യം ചോദിക്കട്ടെ, 2 മാസം കഴിഞ്ഞ് വന്നാൽ, 60 ദിവസം കഴിഞ്ഞ് വന്നാൽ ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും. പക്ഷെ ഈ പറയുന്ന കുട്ടികളിൽ പലരും വന്നിട്ട് കിട്ടിയില്ല എന്നാ പറയുന്നത്. അതിന് റീസൺ ഉണ്ട്. എന്താണ് അതിന്റെ റീസൺ ആണ് ഈ 20 പീസും 40 പീസും വീട്ടിൽ കൊണ്ടുപോയിട്ട് കസ്റ്റമർ കംപ്ലൈന്റ് വന്നവർക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഇപ്പൊ 20 ടോപ്പ് അൽത്താഫിന്റെ വൈഫ് എടുത്തു എന്ന് വെക്കുക. ഇത്രയും കുട്ടികളും, അതായത് ഈ പറഞ്ഞവരെല്ലാം ഇത് 20, 50 പറഞ്ഞവരെല്ലാം ഇല്ല, എടുത്തോണ്ട് പോയി എന്നാ പറയുന്നത്. പറഞ്ഞവരെല്ലാവരും ഇല്ല. ഞങ്ങൾ കൊടുത്തിട്ടുള്ളതിന്റെ എല്ലാത്തിന്റെയും പ്രൂഫ് ഇവിടെ ഉണ്ട്. ആ പേര് അൽത്താഫ് എനിക്ക് തന്നാൽ ഞാൻ ആ പ്രൂഫ് എടുത്തു തരാം. അപ്പൊ അവരെല്ലാം ഇതുപോലെ സാധനം എന്തെങ്കിലും കൊണ്ടുപോയിട്ടുള്ളത് ഞങ്ങളുടെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് ചോദിക്കുക, ഗൾഫിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, ഇസ്രായേലിലുള്ള, ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ഡെലിവറി ഇല്ല, ഞങ്ങൾക്ക് ഓൾ ഇന്ത്യയേ ഉള്ളൂ, ഇന്റർനാഷണൽ ഡെലിവറി ഇല്ല. അവർക്ക് ഒരു ടോപ്പായിട്ട് അയപ്പിക്കാൻ പറ്റത്തില്ല. അവരെല്ലാ വീഡിയോസിലെയും ഈ റേറ്റ് ആയതുകൊണ്ട് എടുത്തിട്ട് ഈ കുട്ടിയെ വിശ്വസിച്ചിട്ട് പറയും നിന്റെ കൈ വെച്ചേക്കാൻ പറയും. ഈ കൊച്ചിന് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇത് ഒന്നെങ്കിൽ ഹോസ്റ്റലിൽ കൊണ്ടുവെക്കും, അല്ലെ എന്റെ വീട്ടിൽ കൊണ്ടുവെക്കും. 100 ടോപ്പ് ആകുമ്പോ 50 ടോപ്പ് ആകുമ്പോഴൊക്കെ ചില കസ്റ്റമർ പറഞ്ഞു വരുന്നത് ഇവര് എന്തെങ്കിലും ഇവിടുന്ന് ഈ പ്രോഡക്റ്റ് കൊണ്ടുപോയത് കൊണ്ടാണ് എന്തെങ്കിലും ഫോൾട്ട് കാണിക്കാത്ത ഒരു വ്യക്തികൾക്കും ഇവിടുന്ന് കിട്ടാതിരുന്നിട്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് കാണിക്കുന്നവരാണ് ഈ പറയുന്ന എല്ലാം വന്ന ആരോപണം പറയുന്നു. അതിനൊരു അർത്ഥം ഉണ്ടല്ലോ, ധ്വനിയുണ്ടല്ലോ, ഉണ്ടല്ലോ. അതെ, ഇപ്പൊ ഈ പറഞ്ഞ ഈ കമന്റ് ഇട്ട കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്ത് ഒരു ഫോൾട്ട് ഉണ്ടായത് കൊണ്ടാണ് എന്നൊരു ധ്വനി ഇതിനുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പല രീതിയിലുള്ള കുട്ടികളാണ് വരുന്നത്. ഇന്നലെ വരെ എന്റെ കൂടെ ചിരിച്ചുകൊണ്ട് നിന്ന കുട്ടിയെ ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ന് അത് ഇറങ്ങിക്കഴിയുമ്പോൾ അത് എന്തിന്റെ, ഇപ്പൊ നാളെ നീ വരണ്ട, ഇന്ന് നിന്റെ ഒരു തെറ്റ് കണ്ടുപിടിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നത് എന്റെ സ്റ്റാഫുകളുടെ ഫോട്ടോ എടുത്ത് അതിന്റെ ആർക്കൊക്കെയോ ബോയ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നു. നീ നാളെ തൊട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ആ കൊച്ചു പിറ്റേന്ന് ഇറങ്ങി പറയൂ അച്ചു മാതാവാണ്, അല്ലെ അച്ചു ദൈവമാണെന്ന് പറയൂ. അഹങ്കാരിയാന്നല്ലേ പറയത്തുള്ളൂ, അച്ചു മോശക്കാരിയാന്നല്ലേ, ഒലീവിയ ഏറ്റവും മോശമാണെന്നല്ലേ പറയൂ. ഇതുപോലെ ഒരാഴ്ച 500 പിള്ളേരോളം ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നേ. അതിൽ നിന്ന് ഞങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി, ഇപ്പൊ ഒരു ജുവലറിയിലേക്കാണെങ്കിലും ഒരു ടെക്സ്റ്റൈൽ മേഖലയിൽ ഇപ്പൊ എടുത്ത പോലീസിന്റെ വരെ അന്വേഷണം നോക്കിയിട്ട് ഒരു കുട്ടിയെ എടുക്കത്തുള്ളൂ. ഇത് പെൺകുട്ടികളാണ്. ഈ പറയുന്നവരെന്താ ഈ ഒരു റിസ്ക് എടുക്കാത്ത? 500 പേരെന്ന് പറഞ്ഞു. 500 പേരെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പേരെ സെലക്ട് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ഞങ്ങൾ അവരെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുമ്പോ ഹസ്ബൻഡ് ഡിവോഴ്സ് ആണെങ്കിൽ നാളെ വരണ്ടെന്ന് പറയത്തില്ല. മനസ്സിലായി? കാരണം ഡിവോഴ്സ് ആയ, വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള, അച്ഛന് നോക്കാൻ പറ്റാത്ത, അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്ത ദുഃഖങ്ങളുള്ളവരെ എല്ലാരെയും ചേർത്ത് നിർത്തും. ഇതിനകത്ത് വന്നിട്ട് പറയാണ് ഞാൻ ഇന്നലെ ജോലി ചെയ്തൊരു സ്ഥാപനത്തിൽ എന്റെ ഓണറെ തല്ലിയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ എന്റെ അച്ഛനെ നേരെ കൈ പൊക്കിയിട്ടാ വന്ന്, അങ്ങനെയുള്ളവരെ എടുത്തു. ഓക്കെ, ഞാൻ നേരത്തെ ഒരു ക്ലാരിഫിക്കേഷൻ ആ ചോദ്യത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ വഴി മാറിപ്പോയത്. അതായത് ഇവരെ ഫോൺ മേടിക്കുന്നു എന്ന് പറഞ്ഞു, അവരെ കൊണ്ട് ഫോൺ മേടിക്കുന്നത് അവരുടെ ക്യാഷിനാണോ നമ്മുടെ ക്യാഷിനാണോ? അതായത് നിങ്ങളുടെ കമ്പനി ഫോൺ മേടിക്കുന്നത് അവരുടെ ക്യാഷിനാണ്. പോവാൻ നേരം ആ ഫോൺ അവർക്ക് കൊടുത്തു വിടാറുണ്ടോ? പോവാൻ നേരം അവർക്ക് ഫോൺ കൊടുത്തു വിടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ദിവസം, അതായത് 90 ദിവസം ഇവർക്ക് ഒരു ടൈമിംഗ് പീരീഡ്, മുമ്പേ ചോദിച്ചില്ല, ഡിപ്പോസിറ്റ്, പല കാര്യം, അതിൽ ഇവർക്ക് യാതൊരു കസ്റ്റമർ കംപ്ലൈന്റും ഇല്ല.
കാരണം കസ്റ്റമർ ഞങ്ങൾ കൊടുത്ത കസ്റ്റമർ അല്ലേ, ആ കസ്റ്റമറുമായിട്ട് മിങ്കിൾ ചെയ്ത് യാതൊരു കസ്റ്റമർ കംപ്ലൈന്റും ഇല്ല. ഈ കുട്ടി ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ 90 ദിവസം കൊണ്ട് ചെയ്ത് കഴിയുന്നവർക്ക് കൊടുക്കും. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തൊട്ട് തന്നെ തെറി വിളിച്ചു നടക്കുവാണെങ്കിൽ കൊടുക്കത്തില്ല. മാഡം ഇപ്പൊ 10,000 രൂപ അല്ലെങ്കിൽ 5,000 എത്ര എത്ര വേണമെങ്കിലും ഫോൺ ആയിക്കോട്ടെ, അത് ഈ കോഷൻ ഡിപ്പോസിറ്റിൽ വരുന്നതല്ല, അവരുടെ ക്യാഷിന് വേണ്ടി. അപ്പൊ അത് എന്ത് ന്യായത്തിന്റെ പേരിലാണ് നമ്മൾ പിടിച്ചു വെക്കുന്നവർക്ക് കൊടുക്കാം? പറയട്ടെ, ഈ 15 ദിവസത്തെ ട്രെയിനിങ് പീരീഡ് ഇല്ലേ, ഇതിൽ 2-ാം ദിവസം പറയുന്നുണ്ട് ഒലീവിയുടെ റൂളിൽ ഒന്ന് അതാണെന്ന്. ആ റൂളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഈ കുട്ടികൾ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ബോണ്ട് ഒപ്പിട്ട് മേടിക്കാറുണ്ടോ? ആദ്യ സമയങ്ങളിൽ മേടിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ഒരു ബോണ്ടും ഇല്ല. മേടിക്കാറില്ല. മുദ്രപത്രത്തിൽ ഒപ്പിട്ട് മേടിക്കാറുണ്ടെന്നാണ് കഴിഞ്ഞ ഇല്ല ഇല്ല ഇല്ല, ഒരു ഇതുമില്ല. ബോണ്ടും ഇല്ല, ബോണ്ട് മേടിക്കാറില്ല. കാരണം അവരെപ്പം ഇപ്പൊ ഫോണല്ലേ, ഇപ്പൊ മൊബൈലല്ലേ. നേരത്തെ ഞങ്ങളത് മേടിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മൊബൈലിലായിരുന്നു ഉപയോഗിക്കുന്നത്. ആ മൊബൈൽ അവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ലീഗലി അഡ്വൈസർ കാര്യങ്ങളൊക്കെ മേടിക്കാറായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 6 മാസം പോലും ആയിട്ടില്ല. അപ്പൊ 6 മാസത്തിന് ശേഷം ഇവിടുന്ന് പോയിട്ടുള്ള പെൺകുട്ടികൾ ബോണ്ട് ഇല്ലാത്തവരാണ്. 6 മാസത്തിന് ശേഷം ഇവിടെ വന്ന പെൺകുട്ടികൾക്കൊന്നും ബോണ്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഫോൺ കൊടുത്തിട്ടുണ്ടോ? കാരണം ബോണ്ടിന്റെ പേരിലാണ് ഫോൺ ഇവിടെ പിടിച്ചു വെച്ചതെന്ന് പറഞ്ഞു. ബോണ്ടല്ല, ബോണ്ടിൽ എഴുതി മേടിക്കും. ഫോണിന്റെ കാര്യം വരെ ബോണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാഡം പറഞ്ഞു. അതായത് ഫോൺ നിങ്ങൾ പോയ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഫോൺ തരത്തില്ലെന്ന് ബോണ്ടിൽ എഴുതി മേടിക്കുമെന്ന് പറഞ്ഞു. 6 മാസത്തിനും ശേഷമുള്ള കുട്ടികൾക്ക്, അതായത് കഴിഞ്ഞ ബാക്കിലേക്ക് 6 മാസം വരെ ബോണ്ടില്ല, അതിനുശേഷം പോയ പെൺകുട്ടികൾ അവർക്ക് ഫോൺ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? 90 ദിവസം യാതൊരു കംപ്ലൈന്റ് ഇല്ലെങ്കിൽ അവരുടെ എല്ലാം മേടിച്ചിട്ടുണ്ട്. ചിലർക്ക് യാതൊരു കംപ്ലൈന്റ് കഴിഞ്ഞ ആഴ്ച 3 പേര് പോയി, ആ നിമിഷം കൊടുത്തു വിട്ടു. അതായത് ഞാൻ ചോദിക്കുന്നത്, കോഷൻ ഡിപ്പോസിറ്റ് നമുക്ക് പിടിക്കാം. നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഈ പറയുന്ന 10,000 അതിനാണെന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അതങ്ങനെ പറയാം. അതിനപ്പുറത്തേക്ക് ഇത് അവരുടെ ക്യാഷിന് പറയട്ടെ. അൽത്താഫ് ഇപ്പൊ എന്റെ സ്ഥാപനത്തിലോട്ട് ജോലിക്ക് വരുമ്പോ അൽത്താഫിനോട് പറയുന്നില്ല ആ ദിവസമേ ഇതെല്ലാം മേടിച്ച് എന്റെ സ്ഥാപനത്തിൽ കയറാൻ പറയുന്നില്ല. ഈ 15 ദിവസം തന്നിട്ട് എന്റെ സ്ഥാപനത്തിലെ റൂൾ ഇതാണ്, അത് എനിക്ക് അവകാശമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇന്ന് കേരളത്തിൽ ഓരോ സ്ഥാപനങ്ങളും നിൽക്കുന്നു, ഓരോ സ്ഥാപനത്തിലും റൂളുകളില്ല. ആ സ്ഥാപനത്തിന്റെ എന്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പോ ഞാൻ പറയുന്നില്ല നാളെ നിങ്ങൾ ഫോൺ മേടിച്ച് എവിടെയാണ് ആ റൂൾ ബുക്ക് എവിടെയാണ് മാഡം, എവിടെയാണ് ഒപ്പിട്ട് മേടിക്കുന്നത്? മാഡം പറഞ്ഞു 6 മാസം മുമ്പായിരുന്നു അങ്ങനെ. ആ റൂളില്ലെന്ന് പറയുന്നത്, റൂൾ ഒപ്പിടലൊന്നുമില്ല. ഫോണിന്റെ കാര്യങ്ങളും ഇവിടുത്തെ ജോലിയിൽ നിങ്ങൾ ഇന്ന് കയറി പേരന്റ്സിന്റെ തയ്യാറെടുപ്പോടാണ് കയറിയിരിക്കുന്നത് എന്നുള്ള എഴുതി മേടിക്കും. നാളെ അവരുടെ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അതിലുണ്ട് മൊബൈൽ കാര്യങ്ങളുണ്ട്. അത് ബോണ്ടല്ല, അത് ബോണ്ടല്ല. അൽത്താഫിന്റെ വൈഫിനെ ഇവിടെ കൊണ്ടുവന്ന് ജോലിക്ക് വിട്ടു, ട്രെയിനിങ്ങിന് വിട്ടു. ഈ 15 ദിവസം എന്റെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം കണ്ട് പഠിക്കുന്നു. ഇന്നതാണ് ഒലീവിയ, എനിക്ക് താല്പര്യമില്ല, അത് പോയി അതിനെ തിരക്കാനേ ഞങ്ങൾ പോകുന്നില്ല. ഈ 15 ദിവസമായി എനിക്കിതെല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടു, ഇവിടുത്തെ കാര്യങ്ങൾ ഇതാന്ന് പറയുമ്പോൾ അൽത്താഫിനെ വിളിപ്പിച്ചിട്ടാണ് ജോലിക്ക് കയറ്റുന്നത്. അല്ലെങ്കിൽ അതിന്റെ ആരാണോ ലോക്കൽ ഗാർഡിയൻ അവരെ വിളിച്ചിട്ടാണ് ജോലിക്ക് കയറ്റുന്നത്. അവർക്ക് കാണിക്കാൻ വേണ്ടി ഇന്നതാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ അവരത് വായിച്ചു നോക്കും. അവരത് വായിച്ചു നോക്കുമ്പോ എനിക്കിത് പറ്റില്ല, വെക്കോ കേറണ്ട പൊയ്ക്കോ, ഇത് ഓക്കെ ആണ്, അത് ഞങ്ങളുടെ ഒരു. ഞാൻ ചോദിക്കട്ടെ, ഇതിന് മുമ്പ് ഒരു കരാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ബ്ലാങ്ക് ആയിട്ടുള്ള കരാറിൽ ഒപ്പിട്ട് മേടിച്ചിട്ടില്ല? ഒരിക്കലും ഇല്ല. ബ്ലാങ്ക് അലിഗേഷൻ വന്നിട്ടുണ്ട്? ഇല്ല. എന്താ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഇപ്പൊ ഇന്ന് കേരളത്തിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്, അവർക്കെതിരെ എന്താ അലിഗേഷൻ വരാത്ത? എനിക്കെതിരെ എന്തുകൊണ്ട് വന്നു? ഇല്ല, അവർക്കൊന്നും ഇത്രയും വരത്തില്ല, അവർക്കൊന്നും ഇത്രയും ഫേസ് ചെയ്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പെമ്പിള്ളാരെ വിളിച്ച് ബിസിനസ് ചെയ്യിപ്പിച്ചു. ഞാൻ വെബ്സൈറ്റ് ത്രൂ പോയി ഈ 400 കൊടുക്കേണ്ട 500 കൊടുത്ത് ഞാൻ ലാഭം നേടി, ഞാൻ എൻജോയ് ചെയ്താണെങ്കിൽ ഒരു അലിഗേഷനും ഇല്ല. ഇഷ്ടം പോലെ, ഒരു ശത്രു അല്ല എനിക്ക്. എന്റെ ഫോണിലേക്ക് വന്നേക്കുന്ന റെക്കോർഡ്സ് വരെ. പേരെങ്ങനെ പറയുന്നത്? ഫേമസ് ആയിട്ട് നിൽക്കുന്ന കടക്കാരുടെ പേരെങ്ങനെ ഞാൻ ഇവിടെ പറയാം? വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, കടക്കാര് ലൈവ് വന്നിട്ടുണ്ടല്ലോ, കടക്കാര് ലൈവ് വന്ന് ഒലീവിയെ ഇൻസൾട്ട് ചെയ്തേക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഫോൺ വാങ്ങാൻ കാശില്ലാത്ത പിള്ളേർക്ക് ആരോപണമാണ് പറഞ്ഞ, ഇവിടെ നിന്ന് പിള്ളേർ പറഞ്ഞതാണ്. അതായത് ഫോൺ വാങ്ങാൻ കാശില്ലാത്തവർക്ക് 10,000 രൂപ ചെക്ക് കൊടുക്കും. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് 50,000 രൂപ നിങ്ങൾ പറ്റിയെന്നുള്ള രീതി, അവർ പറ്റിയെന്നുള്ള രീതി നിങ്ങൾ എഴുതി മേടിക്കുമെന്ന്. അതായത് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിനുവേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതായത് 10,000 രൂപയുടെ ചെക്ക് കൊടുത്തിട്ട് 50,000 രൂപ വാങ്ങിന്ന് എഴുതി മേടിക്കാറുണ്ട്. എന്നാ അങ്ങനെയാണെങ്കിൽ ഈ എവിടെയോ കിടക്കുന്ന ആ തുണി പോലും ഞാനാണ് ഇപ്പൊ കറക്റ്റ് അവരെ ഒരു നല്ല രീതിയിൽ അവരെ ഒരുക്കി സുന്ദരികളായിട്ട് ഇരുത്തിയേക്കുന്നത് ഇങ്ങനെയാണ്. ഇവരൊക്കെ വന്ന ആ ഒരു അവസ്ഥ കണ്ട് അവരെ എന്തിനാ അൽത്താഫ് ഇവിടെ കൊണ്ട് നീ 50,000 40,000 കൊടുക്കുന്നത്? എനിക്ക് എന്റെ സാധനം ഇട്ട് ഈ എവിടെ ഉള്ള പിള്ളേരുടെ പ്ലെയിൻ ചെക്ക് 50,000 മേടിച്ച് എന്റെ അക്കൗണ്ടിൽ വെക്കുന്ന സമയത്ത് എന്റെ സാധനം 599 ഇട്ട ചൂടപ്പം പോലെ പോയി എനിക്ക് ഒരു ദിവസം എന്റെ ഇരട്ടി റേറ്റ്
റേറ്റ് കിട്ടിയപ്പോ ഈ കൊച്ചുങ്ങളുടെ എന്തിനാ മേടിക്കുന്നേ? ഓക്കെ ഓക്കെ, അപ്പൊ അത് കള്ളമാണെന്ന് മാഡം പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് സാർ പറയുന്നുണ്ട് ഒരു വോയിസിൽ ഞാൻ കേട്ടു, വോയിസ് ക്ലിപ്പിൽ കേട്ടു. അതായത് നിങ്ങൾക്ക് ഞാൻ ജോലി തന്നു, നിങ്ങൾ 2 പേർക്ക് ജോലി കൊടുക്കണം. അതായത് ഇല്ലെങ്കിൽ നിങ്ങളുടെ 5000 വെച്ച് ഞാൻ ഫൈൻ എടുക്കും, 10000 രൂപ. അതെന്താണ് അങ്ങനെ ഒരാൾക്ക്, അങ്ങനെ ഇവിടെ ഒരാൾ വന്ന മറ്റൊരാളെ കൊണ്ടുവരണമെന്നുണ്ടോ? അങ്ങനെയാണോ? എന്റെ അനുഭവം ജീവിക്കുമ്പോൾ നിങ്ങൾ 2 പേർക്ക് ഒരു ജീവിതം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വ്യക്തി അംഗീകരിക്കാൻ പറ്റില്ല. കർശന നിലപാടാണ്. ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ 2 പേരെങ്കിലും ജോലി കൊടുക്കാത്തവർ 10000 രൂപ ഫൈൻ അടച്ചിരിക്കാം. ഒരാൾക്ക് 5000 രൂപ വെച്ച് 2 പേർക്ക് 10000 രൂപ ഫൈൻ അടച്ചിരിക്കാം. ഇല്ലാത്തത് മാഡം കൊണ്ടുവരാൻ പറഞ്ഞതിന് ശേഷം 2 പേരെ കൊണ്ടുവന്നിരിക്കണം. കൊണ്ടുവന്നില്ലെങ്കിൽ 5000 രൂപ വീതം 2 പേർക്ക് 10000 രൂപ കട്ട് ചെയ്തിരിക്കും അങ്ങനെ അൽത്താഫ് ഇപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞു. ഇങ്ങനെ എന്റെ സ്ഥാപനത്തിൽ സ്റ്റാഫുകളെ കൊണ്ടുവരാത്തതിന്റെ പേരിൽ ഞാൻ ഫൈൻ മേടിച്ച ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ ഒരാൾ മീഡിയയുടെ മുന്നിൽ വന്നാൽ ഞാൻ ചോദിക്കുന്നത് ഭർത്താവായിട്ടുള്ള വ്യക്തി പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ ചോദിക്കുന്നത്. അത് അപ്പൊ പുള്ളി പറഞ്ഞ കള്ളമാണ്. എന്ത് പുള്ളി ആ പറഞ്ഞ കള്ളം? ഈ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് പറ. ഇപ്പൊ ഇവര് പറഞ്ഞത് കള്ളമാണ്. പുള്ളി ഫേക്കാ പറഞ്ഞു. അതായത് ഈ കേൾപ്പിച്ച മൊത്തം പുള്ളിയുടെ വോയിസ് ആണോ? അല്ല, പുള്ളിയുടെ വോയിസ് ഇവിടം തൊട്ട് ഇവിടം വരെ. ഞാൻ ചോദിക്കുന്നത് പുള്ളിയുടെ വോയിസിൽ പുള്ളി പറയുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾ 2 പേരെ കൊണ്ടുവന്നില്ലെങ്കിൽ 5000, 10000 നിങ്ങളുടെ കട്ടാക്കുമെന്ന് പുള്ളി പറഞ്ഞത് കള്ളമാണ്. മാഡം അത് എന്റെ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു റൂളിങ് ഒരാളുടെ കയ്യിൽ നിന്നും എന്റെ ഹസ്ബൻഡിന്റെ വോയിസ് തന്നെയാണെന്ന് എല്ലാ പ്രൂഫും ഒന്ന് തെളിയിപ്പിച്ചു തരണം. എനിക്കത് തെളിയിക്കണം. എന്റെ ഹസ്ബൻഡിന്റെ വോയിസ് ആണ് ഈ കംപ്ലീറ്റ് സ്ഥലങ്ങളിലും കേൾപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് പ്രൂവ് ഞാൻ ചോദിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസ് അപ്പം മാഡത്തിന്റെ ഭർത്താവിന്റെ അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാനാണ് എനിക്ക് ഒരടുത്തൊരു കാര്യം ചോദിച്ചട്ടെ. ഇപ്പൊ അൽത്താഫ് പറയുന്നു 1000 കമന്റ് ആണ് ഒലീവിയയിൽ വന്നിരിക്കുന്നത്. 1400ഓളം കമന്റുകൾ. ഈ 1400ഓളം കമന്റുകളുള്ള ഇത്രയും അതിബുദ്ധിശാലികളായ കുട്ടികൾ 6 മാസവും 8 മാസവും 1 വർഷമൊക്കെ ഒലീവിയയിൽ നിന്ന ശേഷം ഇത്രയും എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലീഗലി പൊയ്ക്കൂടെ? അല്ല, അതിന് അവർക്ക് ഓപ്ഷൻ അവർ ഉത്തരം പറയുന്നുണ്ട്. ഭയമാണ്. എന്ത് ഭയം? അവർക്ക് പോകാൻ പേടിയാണ്. ഞാൻ ചോദിക്കട്ടെ, പറയുന്ന കാര്യം നമ്മൾ ഡിബേറ്റ് അല്ല മാഡം. ഞാൻ പറയുന്ന അവർക്കുള്ള കാരണങ്ങൾ ഞാൻ പറയട്ടെ. അവർക്ക് സാമ്പത്തികമോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ടല്ലല്ലോ അവർ ജോലിക്ക്. ഞാൻ പറയട്ടെ, കോടതിയിലും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാർക്ക് ഞാൻ കൈക്കൂലി കൊടുത്തങ്ങ് സ്വാധീനിച്ചു എന്ന് വരാം, കേൾക്കുന്നവര് വരാം. ഇന്ത്യൻ പീനൽ കോഡിൽ ഇരിക്കുന്ന നമ്മുടെ കോർട്ടിലുള്ള എല്ലാ അഡ്വക്കേറ്റ്സും ജഡ്ജിമാരും ഒക്കെ അച്ചുവിനെ അറിയുന്നവരാണ്. ഇങ്ങനെയൊരു ഫേക്ക് സ്ഥാപനം എനിക്ക് വന്നിരിക്കുന്ന ഈ 1400 കമന്റും ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 1400 കമന്റും ഐഡികള് പല കാരണങ്ങൾ അത് വന്നേക്കുന്ന എല്ലാം എന്റെ കയ്യിലുണ്ട്. ഈ 1400 പേരും പറയുന്നത് ഇതുപോലൊരു മോശപ്പെട്ട സ്ഥാപനം കേരളത്തിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ എല്ലാ കമന്റും വായിച്ചില്ല. ഈ മോശപ്പെട്ട ഒരു സ്ഥാപനം ആയിക്കോട്ടെ, ആ മോശപ്പെട്ട സ്ഥാപനത്തിൽ ഞാൻ ഇന്ന് നിർത്തുവാണെന്ന് പറഞ്ഞപ്പോ പലരും പറഞ്ഞു തട്ടിപ്പ്. എനിക്ക് നിർത്തുന്നതിന് തട്ടിപ്പ്. അപ്പോ ഈ 1400 പേര് നിൽക്കുന്ന സ്ഥാപനം, ഈ 1400 പേര് പ്രൂഫ് കൊണ്ടുവന്ന് കോർട്ടിൽ കൊണ്ടുവന്ന് അവര് കൃത്യമായി ഒരു വക്കീലിനെ, ഇന്ന് ഗവൺമെന്റ് അഡ്വക്കേറ്റ്സ് ഉള്ള എത്രയോ പേരുണ്ട് ഫീസ് ഇല്ലാതെ വാദിക്കുന്ന അഡ്വക്കേറ്റ്സ്. അവിടെ പോയി അവര് വാദിക്കണം. വിഷയത്തിന് ഒരു ഭാഗം കേട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങളുടെ എനിക്ക് പറ്റുമോ? ഇനി അടുത്തത്, ഞാൻ 20 വർഷമായി ഒലീവിയ എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി അടൂരിൽ ഉണ്ടായിട്ട് അതില് ഞാൻ മാവേലിക്കരയിൽ ഏകദേശം 8 വർഷത്തോളം സ്ഥാപനം നടത്തി. പത്തനംതിട്ടയിലും 8 വർഷത്തോളം. ഈ ഓൺലൈൻ സക്സസ് ആയപ്പോഴാണ് ഇതൊക്കെ അങ്ങ് നിർത്തി, ഞങ്ങൾക്ക് ഇനി അതും വേണ്ട, ഇതിൽ ഒതുങ്ങിക്കൂടാന്ന് വെച്ച്. ഈ 3 വർഷമായിട്ട് ഈ 1400 പേരുടെ വാക്കുകളെ പോലുള്ളവരാണെങ്കിൽ ഇന്നും ഈ സ്ഥാപനത്തിൽ ആ കുട്ടികൾ നിൽക്കുമോ? അവര് മനുഷ്യരല്ലേ. അപ്പുറത്തേന്ന് നോക്ക്, അപ്പുറത്തിരിക്കുന്നവര് ഞാൻ ഡെമ്മികളെ വെച്ചേക്കുമല്ല. തീർച്ചയായിട്ടും നമുക്ക് അപ്പുറത്തെ കുട്ടികളുടെ അടുത്തേക്ക് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇതിൽ ഒരു ആരോപണം വന്നപ്പോ എനിക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അത് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഭാഗം കേൾക്കുക. കാരണം അവർ കേസിലൊന്നും പോയിട്ടില്ല. അപ്പൊ അത് 2 വിഷയം. അതായത് 3 വർഷം മുമ്പ് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ. 4 മാസം മുമ്പ് ഇവിടുത്തെ ഒരു പെൺകുട്ടി എന്തോ 50% എന്തോ അത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അതിനെ ഉപദ്രവിച്ചു. ഈ 2 കേസിനുള്ള തരട്ടെ. ആദ്യത്തെ ക്ലാരിഫിക്കേഷൻ 3 വർഷം മുമ്പുള്ള എന്റെ ക്ലാരിഫിക്കേഷൻ. എന്റെ സ്ഥാപനം നിൽക്കുന്നത് ഇവിടെ അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിലാണ്. ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ ഇരുന്ന ഒരു പെണ്ണിനെ നോക്കി എന്ന് പറഞ്ഞാൽ അവിടെ അവനെ കൊന്നു കഴിഞ്ഞു, സമൂഹം കൊന്നു കഴിഞ്ഞു, നിയമവും കൊന്നു കഴിഞ്ഞു. ആണുങ്ങൾക്ക് ഇന്ന് നിയമമില്ല. സ്ത്രീകൾ എന്ത് പറയുന്നതാണോ അതാണ്, ഇനി തെളിവില്ലയോ അതാണിത്. ആ സ്ഥാനത്ത് എന്റെ ഹസ്ബൻഡ് ഈ ബിസിനസ്സിൽ കൂടെ ജീവിച്ചു വന്നൊരു വ്യക്തി, അതിനകത്ത് പറയുന്ന ആരോപണം മർദ്ദിച്ചു എന്നാണ്.
ഈ ഒരു പെൺകുട്ടിയെ അടൂരിൽ അത്രയും സെൻട്രൽ ജംഗ്ഷനിലുള്ള അത്രയും ആളുകൾ കൂടി നിൽക്കുന്നത്, അതിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് പിന്നെ പോലീസ് എപ്പോഴും അവിടെ ഉണ്ട് സിഗ്നൽ ആയതുകൊണ്ട്. ആ ജംഗ്ഷനിലിട്ട് ഒരു പെണ്ണിനെ മർദ്ദിച്ചാൽ ആ വ്യക്തി ഇന്ന് ഈ നാട്ടിൽ എങ്ങനെ മുന്നോട്ട് പോയി ജീവിക്കും? അവിടെ മതം കൊണ്ടുവരുന്നു എന്നൊരു ഇത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഇവിടെ എടുക്കത്തില്ലെന്ന്. അതിലെന്താണ് മാഡത്തിന്? ഈ 35-40 പെൺപിള്ളാരം കണ്ട ഒരുമിച്ച് ഇറങ്ങിപ്പോയെ. എന്റെ ഹസ്ബൻഡ് പറയാ പോയി അടിക്കടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഞങ്ങൾക്കെതിരെ കുരയ്ക്കാൻ നിൽക്കുന്ന ഇത്രയും പേരുടെ പുള്ളിയുടെ വാക്ക് കേട്ട് പോയി അങ്ങ് അടിക്കുക. ചേച്ചി പിന്നെ അതായത് ഇപ്പൊ ഈ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 2 കുട്ടികളെ കൊണ്ടുവന്നില്ലേ ഒരാൾക്ക് 5000 രൂപ വീതം കൊടുക്കണം, ഇല്ലേ തന്നിരിക്കണം. അതായത് 5000 വീതം 2 പേർക്ക് 10000 രൂപ മേടിച്ച് അങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ? എന്നാൽ നിങ്ങളുടെ ഈ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് കമ്മീഷൻ ബേസിലാണ്, അതായത് 20,000 രൂപയ്ക്ക് 10,000, 20,000 രൂപയ്ക്ക് 1000, 2000 അങ്ങനെ കമ്മീഷനാണ്, ഇല്ലെങ്കിൽ ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, ഈ പറയുന്ന 11 തൊട്ട് 5 മണിക്കിടയിൽ എപ്പോൾ കോൾ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് ഏതെങ്കിലും ഒരു 3 മണിക്കൂർ അല്ലല്ലോ. അല്ല, കസ്റ്റമേഴ്സിന് ഞങ്ങൾ മറുപടി ഏത് സമയത്ത് വേണം ഞങ്ങളിപ്പം ഓൺലൈനിലുണ്ട്. അതല്ലേ നിങ്ങളുടെ ജോലി? അത് മാത്രമല്ലല്ലോ, അതും ജോലിയല്ലേ?